പറഞ്ഞു വന്ന് മുഴുവിപ്പിച്ചോളൂ. ആർ വി ബാബു പറഞ്ഞതിനെ കുറിച്ചാണല്ലോ താങ്കളുടെ പ്രതികരണം. പറഞ്ഞോളൂ ശ്രീ ജോസ് തോമസ്. ശബ്ദം കിട്ടുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? ആർ വി ബാബു പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറയുന്നത് കേട്ടു. ഇവിടെ സംഘപരിവാറിനെ അല്ലെങ്കിൽ BJP-യെ RSS-നെയോ കുറ്റപ്പെടുത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് PDP അല്ലെങ്കിൽ മത തീവ്രവാദികളെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അവരെ കൂടി അതിൽ ചിത്രീകരിച്ചിരുന്നെങ്കിൽ, മോശമായി ചിത്രീകരിച്ചിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നിയത്, എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അതെ, എല്ലാവരെയും കുറ്റപ്പെടുത്തി ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം അതിൽ വ്യക്തമായ രാഷ്ട്രീയം കാണും. ഞാൻ അതിൽ സിനിമ മാത്രമേ കാണൂ. അതിൽ രാഷ്ട്രീയം കണ്ടുപിടിച്ച് നമ്മള് എത്രയോ നല്ല രാഷ്ട്രീയ സിനിമകൾ കണ്ട് പരിചയിച്ച നാടാണ് കേരളം. ടി ദാമോദരൻ മാഷിന്റെ എത്രയോ സിനിമകൾ, രഞ്ജി പണിക്കരുടെ സിനിമകൾ, ഇതിലൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നില്ലേ? അന്നൊന്നുമില്ലാത്ത ഈ വികാര പ്രകടനങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നതിന്റെ കാര്യം എന്താണ്? എനിക്കതാണ് അത്ഭുതം. സിനിമയെ കാണാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ പ്രവർത്തകർ. ഞാൻ BJP അഭിനന്ദിക്കുന്നു. അവർ പറഞ്ഞു സിനിമ എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു കലയാണ്, ആരും അതിനെതിരെ പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടും അവിടുന്നും ഇവിടുന്നും ഒക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, ഒറ്റപ്പെട്ടതെല്ലാം ഗ്രൂപ്പായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. അത് ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ കരുതുന്നു. അത് ആ സിനിമയെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ രാഷ്ട്രീയം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കിപ്പോ ഈ BJP-യുടെ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ രാഷ്ട്രീയം മാത്രമാണോ അതിലുള്ളത് എന്നെനിക്ക് സംശയവും. പിന്നെ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു മുരളി ഗോപി ഒരു പ്രമോഷൻ പോലും കണ്ടില്ല. ഞാനതൊരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും കണ്ടിരുന്നു. മുരളി ഗോപി എന്തുകൊണ്ടാണ് രംഗത്ത് കാണാത്തത്? അത് മുരളി ഗോപിക്ക് പിണക്കമുള്ളത് കൊണ്ടാണോ, അതോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് മോഹൻലാലോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ആണ്. ഇനി നിങ്ങൾ കേൾക്കാത്ത ഒരു കാര്യങ്ങളുണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇന്ന് കാറിൽ ഡ്രൈവ് ചെയ്ത് പോരുമ്പോൾ ഒരു വീഡിയോയിൽ ഒരു യൂട്യൂബിൽ കണ്ടു ഒരു ക്രിസ്ത്യൻ ലേഡിയുടെ ശബ്ദം. ക്രിസ്ത്യാനികൾ ആരും ഈ സിനിമ കാണരുത്, ഇത് ക്രിസ്ത്യാനിറ്റിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്, എന്നിട്ട് അവർ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ കുരിശു കാണിക്കുന്നു, അതിൽ സാത്താനെ വർണ്ണിക്കുന്നു. അതായത് കർത്താവിനെതിരെയുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ ഹെയ്റ്റ് ക്യാമ്പയിൻ. എന്തൊരു അത്ഭുതമാണ്! ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് ആദ്യം ഞാൻ ചിരിച്ചു, പിന്നീട് അത് കുറച്ച് ലെങ്തി ശബ്ദമാണ്, ആ വോയിസ് മെസ്സേജ്. അതിൽ പറയുകയാണ് ഒരൊറ്റ ക്രിസ്ത്യാനി ഈ സിനിമ കാണാൻ പോരുത്. ഇപ്പോ ഹിന്ദുക്കൾ അല്ലെങ്കിൽ BJP-ക്കാർ പറയുന്നു ഹിന്ദുത്വത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്, അവരിത് കാണരുത്. അപ്പൊ പിന്നെ ആരാ കാണേണ്ടത്? സിനിമ എന്ന ആസ്വാദന കലയെ ഇങ്ങനെ തകർക്കാൻ പാടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരെങ്കിലും ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാഷ്ട്രീയം അതിന് ഉപകരണമാക്കുന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് ഒരു വ്യവസായത്തോട് ചെയ്യുന്ന, സിനിമ എന്ന കച്ചവടത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. അതുപോലെ തന്നെ ശ്രീ ജോസ് തോമസ്, ഈ സിനിമയുടെ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ടാണല്ലോ എതിരായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തുന്നത്. അതിന്റെയും ആവശ്യമുണ്ടോ? ഇതിന്റെ സിനിമയുടെ ഈ രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ടുള്ള പോസിറ്റീവ് പ്രചാരണം? അല്ല, അത് വളരെ തെറ്റാണ്. കാരണം ഒരു സിനിമ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഫിക്ഷനാണ്, ഒരു കഥ പറയും. ആ കഥയിൽ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുകയാണ് അവരെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ രാഷ്ട്രീയ കച്ചവടക്കാർ ഇത്തരം രാഷ്ട്രീയ കച്ചവടക്കാർ ഈ ഇടപാട് നിർത്തണം. സിനിമയായി കാണണം, രാഷ്ട്രീയമായി കാണണം.